ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലുണ്ട് എന്നതിന് 7 ലക്ഷണങ്ങളുണ്ട്. ഇതിലെ ഏതെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹവും നല്ല കാലം വരാനിരിക്കുന്നതിൻ്റെ സൂചനയുമാണ്. അതിൽ ആദ്യമായി പറയുന്നത് ഓടക്കുഴൽ നാദാണ്. നമ്മൾ ഗാഠനിദ്രയിലായിരിക്കുമ്പോൾ മനോഹരമായ ഓടക്കുഴൽ നാദം കേട്ട് ഞെട്ടി ഉണരുക. ഉണരുമ്പോഴേക്കും ഈ സംഗീതം നിലയ്ക്കുകയും ചെയ്യും. ഇത് ഭഗവാന്റെ സാന്നിധ്യത്തിൻ്റെ വലിയൊരു ലക്ഷണമാണ്. രണ്ടാമതായിട്ട് സ്വപ്നത്തിലുണ്ടാവുന്ന ദർശനം. നമ്മൾ ഭഗവാനെയോ ഭഗവാന്റെ അവതാരങ്ങളെയോ അല്ലെങ്കിൽ വാഹനമായ ഗരുഡനെയോ സ്വപ്നം കാണുന്നത് അതീവ ശുഭകരമാണ്. ക്ഷേത്രനടയിൽ നിൽക്കുന്നതായി സ്വപ്നം കാണുന്നതും നല്ലതാണ്. വീട്ടുമുറ്റത്തോ പരിസരത്തോ നമ്മൾ നടാതെ തന്നെ ധാരാളം തുളസിച്ചെടികൾ കാടുപോലെ വളർന്ന് പൂത്തു നിൽക്കുന്നത് ഈശ്വരാധീനം വർദ്ധിച്ചതിൻ്റെ അടയാളമാണ്. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്ര ദർശന സമയത്തോ അതല്ല പ്രദക്ഷിണം വയ്ക്കുമ്പോഴോ നിങ്ങളുടെ ദേഹത്ത് ആലില പൊഴിഞ്ഞ് വീഴുന്നത് അപൂർവമായ ഒരു ഭാഗ്യമാണ്. അത് നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നതിൻ്റെ തെളിവാണ്. തെച്ചിപ്പൂവ്. വീട്ടിൽ തെച്ചിപ്പൂവ് കാട് പോലെ പൂത്തു നിൽക്കുന്നത് ഈശ്വര ചൈതന്യം വർദ്ധിച്ചതിൻ്റെ ലക്ഷണമായി കണക്കാക്കുന്നു. കളഭത്തിൻ്റെ സുഗന്ധം. ഭഗവാനെ ധ്യാനിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് കളഭത്തിൻ്റെ സുഗന്ധം അനുഭവപ്പെടുക. ഇത് ഭഗവാൻ നിങ്ങളിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. ഉപ്പൻ്റെ സാന്നിധ്യം. അതായത് ചെമ്പോത്ത് അഥവാ ഉപ്പൻ എന്ന പക്ഷി നിങ്ങളുടെ വീടിന് വലം വയ്ക്കുന്നത് സർവ്വ ഐശ്വര്യവും വരാനിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഈ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വരാനിരിക്കുന്ന പുരോഗതിയും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരും.